പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരിക്കൽ കൂടെ കഥാമണ്ഡപത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു രീതി തുടങ്ങുകയാണ്. വലിയ വലിയ കഥകൾ ചുരുക്കത്തിൽ സംഗ്രഹിച്ച് പറയുന്ന ഒരു രീതിയാണിത്. നമ്മളിത് തുടങ്ങുന്നത് ജെയിൻ എയറിൻ്റെ നോവലാണ്. ജെയിൻ എയർ എന്നുള്ള ഷാർലോറ്റ് ബ്രോണിയുടെ വളരെ പ്രശസ്തമായ നോവലിൻ്റെ സംഗ്രഹം നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കല്ലേ പ്ലീസ്. താങ്ക് യു വെരി മച്ച്. നമുക്ക് കഥയിലേക്ക് പോകാം. അന്ന് നടക്കാൻ പോകുക എന്നത് അസാധ്യമായ കാര്യമായിരുന്നു. രാവിലെ 1 മണിക്കൂറോളം ഇലകളില്ലാത്ത കുട്ടിക്കാടുകൾക്കിടയിലൂടെ ഞങ്ങൾ അലഞ്ഞുതിരിഞ്ഞിരുന്നു. എന്നാൽ ഉച്ചഭക്ഷണത്തിന് ശേഷം ശൈത്യകാലത്തെ കാറ്റ് കറുത്ത മേഘങ്ങളെയും തുളച്ചുകയറുന്ന മഴയെയും കൊണ്ടുവന്നു. ഇനി പുറത്തിറങ്ങുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായി മാറി. ഞാൻ അതിൽ സന്തോഷിച്ചു. എനിക്ക് നീണ്ട നടത്തം ഒരിക്കലും ഇഷ്ടമായിരുന്നില്ല. പ്രത്യേകിച്ചും തണുത്ത വൈകുന്നേരങ്ങളിൽ മരവിച്ച വിരലുകളുമായി വീട്ടിലേക്ക് മടങ്ങുന്നതും ബെസ്സിയുടെ ശകാരങ്ങൾ കേൾക്കുന്നതും എലിസ, ജോണ്, ജോർജിയാന എന്നിവരെക്കാൾ ശാരീരികമായി ഞാൻ എത്രയോ താഴെയാണെന്ന തിരിച്ചറിവും എന്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. അവർ 3 പേരും അവരുടെ അമ്മയായ മിസ്സിസ് റീഡിന് ചുറ്റും കൂടിയിരുന്നു. എന്നെ മാത്രം ആ കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി. സന്തോഷവതികളായ കുട്ടികൾക്ക് മാത്രം അവകാശപ്പെട്ട സ്നേഹം എനിക്ക് നിഷേധിക്കപ്പെട്ടു. ഞാൻ അടുത്തുള്ള ഒരു ചെറിയ മുറിയിലേക്ക് വഴുതി വീണു. അവിടെ ഒരു ജനൽക്കരികിൽ മറഞ്ഞിരിക്കാൻ പാകത്തിന് ഞാൻ ഇരുന്നു. ബെവിക്കിന്റെ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ബേർഡ്സ് എന്ന പുസ്തകം എന്റെ മടിയിലുണ്ടായിരുന്നു. ആ ജനൽച്ചില്ലുകൾക്ക് അപ്പുറം നവംബറിലെ ഇരുണ്ട ദിനം. മഴയും കാറ്റും ആഞ്ഞടിക്കുന്നു. പക്ഷേ എന്റെ ഏകാന്തത അധികനേരം നീണ്ടുനിന്നില്ല. ജോൺ റീഡ് എന്നെ കണ്ടെത്തി. അവൻ എന്നെ അധിക്ഷേപിച്ചു, അടിച്ചു, അപമാനിച്ചു. ഞാൻ ഒരു അനാഥയാണെന്നും അവരുടെ ഔദാര്യത്തിലാണ് ജീവിക്കുന്നതെന്നും അവൻ എന്നെ ഓർമ്മിപ്പിച്ചു. അവൻ ആ പുസ്തകം എന്റെ നേരെ എറിഞ്ഞു. ഞാൻ വീണു. എന്റെ തല മുറിഞ്ഞു. ഭയം മാറി പകരം ദേഷ്യം വന്നു. ഞാൻ അവനെ കൊലപാതകി എന്ന് വിളിച്ചു. ആ നിമിഷം മിസ്സിസ് സീഡ് അവിടെയെത്തി. അവർ എന്നെ റെഡ് റൂമിൽ അടച്ചിടാൻ ഉത്തരവിട്ടു. ഞാൻ എതിർത്തു. അത് അവർക്ക് പുതിയൊരു അനുഭവമായിരുന്നു. എന്നെ ബലമായി റെഡ് റൂമിലേക്ക് കൊണ്ടുപോയി. അത് ആരും ഉപയോഗിക്കാത്ത തണുത്തുറഞ്ഞ ഭയപ്പെടുത്തുന്ന ഒരു മുറിയായിരുന്നു. 9 വർഷം മുൻപ് മിസ്റ്റർ റീഡ് മരിച്ചത് ഈ മുറിയിലാണ്. ചുവന്ന തിരശീലകളും ഇരുണ്ട ഫർണിച്ചറുകളും ആ മുറിയെ ഒരു ശവകുടീരം പോലെയാക്കി. എന്നെ അവിടെ പൂട്ടിയിട്ടു. എന്റെ മനസ്സ് കലങ്ങിമറിഞ്ഞു. എന്തിന് ഞാൻ എപ്പോഴും കഷ്ടപ്പെടുന്നു? എന്തിന് എന്നെ ആരും സ്നേഹിക്കുന്നില്ല? മിസ്റ്റർ റീഡ് ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. ആ ചിന്ത എന്നെ ഭയപ്പെടുത്തി. മരിച്ചവർ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോൾ തിരികെ വരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പെട്ടെന്ന് ഒരു പ്രകാശം ഭിത്തിയിൽ മിന്നിമറഞ്ഞു. അത് ഒരുപക്ഷെ പുറത്തെ വിളക്കിന്റെ വെളിച്ചമായിരിക്കാം. പക്ഷേ എന്റെ ഭയം അതിനെ ഒരു ആത്മാവിന്റെ വരവായി തെറ്റിദ്ധരിച്ചു. ഞാൻ വാതിലിൽ മുട്ടിവിളിച്ചു, നിലവിളിച്ചു. മിസ്സിസ് റീഡ് വന്നു, പക്ഷേ കരുണ കാണിച്ചില്ല. എന്നെ വീണ്ടും ഇരുട്ടിലേക്ക് തള്ളിവിട്ടു. ഭയം എന്നെ കീഴ്പ്പെടുത്തി. ഞാൻ ബോധരഹിതയായി. ഞാൻ ഉണർന്നപ്പോൾ എന്റെ സ്വന്തം കിടക്കയിലായിരുന്നു. അടുത്ത് ഒരു അപരിചിതൻ ഇരിക്കുന്നു. അത് മിസ്റ്റർ ലോയ്ഡ് എന്ന അപ്പോത്തിക്കരിയായിരുന്നു. ആ സാന്നിധ്യം എനിക്ക് ആശ്വാസം നൽകി. ആ റെഡ് റൂമിലെ അനുഭവവും തുടർന്നുള്ള രോഗവും എന്നെ വല്ലാതെ തളർത്തിയിരുന്നു. പിറ്റേന്ന് ഞാൻ അസുഖം ഭേദമായി എഴുന്നേറ്റു. പക്ഷേ മനസ്സ് വല്ലാതെ നൊമ്പരപ്പെട്ടിരുന്നു. മിസ്റ്റർ ലോയ്ഡ് വീണ്ടും വന്നു. അദ്ദേഹം എന്നോട് കാര്യങ്ങൾ തിരക്കി. ഞാൻ എന്റെ ദുരിതങ്ങൾ അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞു. അനാഥത്വം, ഡേറ്റസൈഡിലെ ക്രൂരതകൾ, ജോൺ റീഡിന്റെ ഉപദ്രവം. സ്കൂളിൽ പോകാൻ എനിക്ക് ഇഷ്ടമാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. സ്കൂൾ എന്ന വാക്ക് എനിക്ക് പുതിയൊരു പ്രതീക്ഷ നൽകി. ഡേറ്റസൈഡിൽ നിന്നുള്ള മോചനം. അദ്ദേഹം മിസ്സിസ് റീഡിനോട് സംസാരിച്ചു. അങ്ങനെ എന്നെ സ്കൂളിലേക്ക് അയക്കാൻ തീരുമാനമായി. മാസങ്ങൾ കടന്നുപോയി. ക്രിസ്മസ് വന്നുപോയി. പക്ഷേ എനിക്ക് ആഘോഷങ്ങളുണ്ടായിരുന്നില്ല. ഒടുവിൽ ജനുവരി മാസത്തിൽ ആ മാറ്റം വന്നെത്തി. എന്നെ കാണാൻ ഒരു സന്ദർശകൻ വന്നു. മിസ്റ്റർ ബ്രോക്ക് ഹേസ്റ്റൽ. കറുത്ത തൂണുപോലെ ഉയരമുള്ള, കടുപ്പമുള്ള മുഖഭാവമുള്ള ഒരാൾ. ലോവുഡ് സ്കൂളിന്റെ മേധാവിയായിരുന്നു അദ്ദേഹം. മിസ്സിസ് റീഡ് എന്നെക്കുറിച്ച് വളരെ മോശമായ കാര്യങ്ങളാണ് അദ്ദേഹത്തോട് പറഞ്ഞത്.
ഞാൻ ഒരു നുണച്ചിയാണെന്ന് അവർ ആരോപിച്ചു. അത് എന്റെ ഹൃദയത്തെ തകർത്തു. അദ്ദേഹം പോയ ശേഷം എന്റെ ഉള്ളിലെ നോവ് പൊട്ടിത്തെറിച്ചു. ഞാൻ മിസ്സിസ് റീഡിനോട് എതിർത്ത് സംസാരിച്ചു. ഞാൻ അവരെ വെറുക്കുന്നുവെന്നും അവർ എന്നോട് കാണിച്ച ക്രൂരതകൾ എല്ലാവരോടും പറയുമെന്നും ഞാൻ വിളിച്ചു പറഞ്ഞു. ആ വിജയം എനിക്ക് ലഹരി നൽകി. പക്ഷെ പിന്നീട് അത് ഭയമായി മാറി. എങ്കിലും ഗേറ്റ്സൈഡ് വിടാനുള്ള സമയം അടുത്തു. ജനുവരി 19. അതിരാവിലെ 5 മണിക്ക് ഞാൻ എഴുന്നേറ്റു. ഗേറ്റ്സൈഡിനോട് വിട പറയാൻ സമയമായി. ബെസ്സി എനിക്ക് ചായയും കേക്കും തന്നു. ആ യാത്ര ദീർഘമായിരുന്നു. മഴയും കാറ്റും നിറഞ്ഞ വഴികൾ. ഒടുവിൽ ഇരുട്ടിൽ ഞാൻ ലോഡിൽ എത്തി. അത് വലിയൊരു കെട്ടിടമായിരുന്നു. അവിടെ എനിക്ക് സ്വാഗതം ലഭിച്ചത് മിസ് ടെമ്പിൾ എന്ന അധ്യാപികയിൽ നിന്നാണ്. അവരുടെ മുഖത്ത് ദയയുണ്ടായിരുന്നു. എന്നാൽ ആ സ്കൂൾ കഠിനമായ നിയമങ്ങൾ നിറഞ്ഞതായിരുന്നു. തണുപ്പും വിശപ്പും അവിടെ പതിവായിരുന്നു. 80ഓളം കുട്ടികൾ, തവിട്ടുനിറമുള്ള വസ്ത്രങ്ങൾ, കരിഞ്ഞ കഞ്ഞി, ഇതെല്ലാം എനിക്ക് പുതിയ അനുഭവങ്ങളായിരുന്നു. അടുത്ത ദിവസം കൊടും തണുപ്പായിരുന്നു. വെള്ളം മരവിച്ചു പോയിരുന്നു. ക്ലാസുകൾ തുടങ്ങി. അവിടെ വെച്ച് ഞാൻ ഹെലൻ ബേൺസ് എന്ന പെൺകുട്ടിയെ ശ്രദ്ധിച്ചു. അവൾ എപ്പോഴും പുസ്തകം വായിച്ചിരുന്നു. മിസസ് കാച്ചേർഡ് എന്ന അധ്യാപിക അവളെ ക്രൂരമായി ശിക്ഷിക്കുന്നത് ഞാൻ കണ്ടു. പക്ഷേ ഹെലൻ കരഞ്ഞില്ല. അവൾ എല്ലാം സഹിച്ചു. വൈകുന്നേരം ഞാൻ അവളോട് സംസാരിച്ചു. എന്തുകൊണ്ട് അവൾ പ്രതിഷേധിക്കുന്നില്ല എന്ന് ഞാൻ ചോദിച്ചു. ശത്രുക്കളെ സ്നേഹിക്കുക എന്ന ക്രിസ്തുവിന്റെ വചനം അവൾ എന്നെ ഓർമ്മിപ്പിച്ചു. അവളുടെ ചിന്തകൾ എനിക്ക് അത്ഭുതമായിരുന്നു. എന്നേക്കാൾ എത്രയോ ഉയരത്തിലായിരുന്നു അവളുടെ മനസ്സ്. ലോവുഡിലെ ജീവിതം കഠിനമായിരുന്നു. പട്ടിണിയും തണുപ്പും ഞങ്ങളെ വലച്ചു. ഞായറാഴ്ചകളിൽ ദൂരെയുള്ള പള്ളിയിലേക്ക് കൊടും തണുപ്പത്ത് നടക്കണം. മിസ്റ്റർ ബ്രോക്കിൽഹേസ്റ്റ് സ്കൂൾ സന്ദർശിക്കാൻ വന്നു. അദ്ദേഹത്തിന്റെ കുടുംബം പറ്റുവസ്ത്രങ്ങൾ അണിഞ്ഞിരുന്നു. പക്ഷേ ഞങ്ങളുടെ മുടി ചുരുളുന്നത് പോലും പാപമാണെന്ന് അദ്ദേഹം പ്രസംഗിച്ചു. പെട്ടെന്ന് എന്റെ കയ്യിൽ നിന്ന് സ്ലേറ്റ് താഴെ വീണു പൊട്ടി. എല്ലാവരുടെയും ശ്രദ്ധ എന്നിലായി. അദ്ദേഹം എന്നെ ഒരു സ്റ്റൂളിനു മുകളിൽ നിർത്തി. ഞാൻ ഒരു നുണച്ചിയാണെന്നും എന്നെ സൂക്ഷിക്കണമെന്നും അദ്ദേഹം എല്ലാവരോടും വിളിച്ചു പറഞ്ഞു. അപമാനം കൊണ്ട് ഞാൻ നീറിപ്പുകഞ്ഞു. സ്കൂൾ വിട്ടപ്പോൾ ഞാൻ ഒരു മൂലയിൽ പോയിരുന്ന് കരഞ്ഞു. ഹെലൻ ബേൺസ് എന്റെ അടുത്തെത്തി. അവൾ എനിക്ക് ആശ്വാസം നൽകി. എല്ലാവരും എന്നെ വെറുക്കുന്നില്ലെന്ന് അവൾ പറഞ്ഞു. മിസ് ടെമ്പിൾ ഞങ്ങളെ ഇരുവരെയും തന്റെ മുറിയിലേക്ക് ക്ഷണിച്ചു. ഞാൻ എന്റെ കഥ മുഴുവൻ അവരോട് പറഞ്ഞു. മിസ്റ്റർ ലോയ്ഡിന് കത്തെഴുതി സത്യാവസ്ഥ ബോധ്യപ്പെട്ടാൽ എന്നെ കുട്ടിവിമുക്തയാക്കാം എന്ന് അവർ ഉറപ്പു നൽകി. ആ സായാഹ്നം ഞങ്ങൾക്ക് ലഭിച്ച സ്നേഹവും ഭക്ഷണവും മറക്കാനാവാത്തതായിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം മിസ്റ്റർ ലോയ്ഡിന്റെ മറുപടി വന്നു. മിസ് ടെമ്പിൾ സ്കൂളിനു മുന്നിൽ വെച്ച് ഞാൻ നിരപരാധിയാണെന്ന് പ്രഖ്യാപിച്ചു. അതോടെ ഞാൻ പുതിയൊരു മനുഷ്യനായി. പഠനത്തിൽ ഞാൻ മുന്നേറി. വസന്തം വന്നു. ലോവുഡിനു ചുറ്റുമുള്ള പ്രകൃതി മനോഹരമായി. പക്ഷേ സ്കൂളിനുള്ളിൽ മരണം താണ്ഡവമാടുകയായിരുന്നു. ടൈഫസ് പനി പടർന്നുപിടിച്ചു. പല കുട്ടികളും രോഗികളായി. പലരും മരിച്ചു. ഞാൻ ആരോഗ്യവതിയായിരുന്നു. പുറത്ത് കളിച്ചു നടന്നു. പക്ഷേ ഹെലനവൾക്ക് ക്ഷയരോഗമായിരുന്നു. അവൾ മരണത്തോട് അടുക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു. ഒരു രാത്രി ആരും കാണാതെ ഞാൻ അവളുടെ മുറിയിലേക്ക് പോയി. ഞങ്ങൾ കെട്ടിപ്പിടിച്ചു കിടന്നു. അവൾക്ക് മരണത്തെ ഭയമില്ലായിരുന്നു. അവൾ ദൈവത്തിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞു. രാവിലെ ഞാൻ ഉണർന്നപ്പോൾ എന്റെ മുഖം അവളുടെ തണുത്ത തോളിൽ ചേർന്നിരുന്നു. അവൾ മരിച്ചിരുന്നു. അവളുടെ കല്ലറയിൽ രസകം ഞാൻ ഉയിർത്തെഴുന്നേൽക്കും എന്ന് എഴുതി. 8 വർഷങ്ങൾ കടന്നുപോയി. പനി കാരണം സ്കൂളിലെ അവസ്ഥ പുറംലോകമറിഞ്ഞു. പുതിയ നിയമങ്ങൾ വന്നു. ജീവിത സാഹചര്യം മെച്ചപ്പെട്ടു. ഞാൻ 6 വർഷം വിദ്യാർത്ഥിയായും 2 വർഷം അധ്യാപികയായും അവിടെ തുടർന്നു. മിസ് ടെമ്പിൾ വിവാഹിതയായി പോയതോടെ എനിക്ക് അവിടെ നിൽക്കാൻ താൽപ്പര്യമില്ലാതായി. എനിക്ക് മാറ്റം വേണം. പുതിയൊരു ലോകം കാണണം. ഞാൻ പത്രത്തിൽ പരസ്യം നൽകി. തൊൺപിയുടെ ഹാളിലെ മിസ്സിസ് പെയർഭാക്സ് എനിക്ക് മറുപടി നൽകി. അവിടെ ഒരു ഗവേലസിന്റെ ഒഴിവുണ്ടായിരുന്നു. ഞാൻ പോകാൻ തീരുമാനിച്ചു. പോകുന്നതിന് മുൻപ് ബെസ്സി എന്നെ കാണാൻ വന്നു. ഗേറ്റ്സൈഡിലെ വിശേഷങ്ങൾ പറഞ്ഞു. എന്റെ അമ്മാവൻ എന്നെ അന്വേഷിച്ചു വന്നിരുന്നു എന്ന് അവൾ പറഞ്ഞു. പക്ഷേ ഞാൻ അപ്പോഴേക്കും പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ചിരുന്നു. തൊൺഫീൽഡ് ഹാൾ, പുരാതനവും ഗംഭീരവുമായ ഒരു ഭവനം. മിസ്സിസ് പെയർപാക്സ് എന്നെ സ്വീകരിച്ചു. അവർ ആ വീടിന്റെ ഉടമസ്ഥയല്ല, കാര്യസ്ഥ മാത്രമാണെന്ന് ഞാൻ അറിഞ്ഞു.
ആ വീടിന്റെ ഉടമസ്ഥൻ മിസ്റ്റർ റോച്ചസ്റ്റർ ആണ്. അദ്ദേഹം അവിടെ വല്ലപ്പോഴും മാത്രമേ വരാറുള്ളൂ. എന്റെ ശിഷ്യ അഡേൽ വാരൻസ് എന്ന ചെറിയ ഫ്രഞ്ച് പെൺകുട്ടിയാണ്. അവളുടെ നഴ്സ് സോഫിയും കൂടെയുണ്ട്. വീട് മനോഹരമായിരുന്നു, പക്ഷേ നിശബ്ദമായിരുന്നു. 3-ാം നിലയിലെ ഇരുണ്ട ഇടനാഴികളിൽ നിന്ന് വിചിത്രമായ ഒരു ചിരി ഞാൻ കേട്ടു. അത് ജേസ് പൂൾ എന്ന വേലക്കാരിയുടേതാണെന്ന് മിസിസ് പേരഭാസ് പറഞ്ഞു. പക്ഷേ ആ ചിരിയിൽ അസ്വാഭാവികമായ എന്തോ ഉണ്ടായിരുന്നു. മാസങ്ങൾ കടന്നുപോയി. ജീവിതം ശാന്തമായിരുന്നു, പക്ഷേ എനിക്ക് എന്തോ ഒന്ന് കുറവുള്ളതുപോലെ തോന്നി. എനിക്ക് കൂടുതൽ കാണണം, കൂടുതൽ അനുഭവിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഒരു വൈകുന്നേരം ഒരു കത്ത് പോസ്റ്റ് ചെയ്യാൻ ഞാൻ ഗ്രാമത്തിലേക്ക് നടന്നു. മഞ്ഞും തണുപ്പും നിറഞ്ഞ വഴി. പെട്ടെന്ന് കുളമ്പടികൾ കേട്ടു. വലിയൊരു കുതിരയും അതിനൊപ്പം ഒരു വലിയ നായയും. കുതിര മഞ്ഞിൽ തെന്നി വീണു. യാത്രക്കാരൻ താഴെ വീണു. ഞാൻ അദ്ദേഹത്തെ സഹായിക്കാൻ ചെന്നു. അദ്ദേഹം പരുക്കനായ ഇരുണ്ട മുഖമുള്ള ഒരാളായിരുന്നു. എന്റെ തോളിൽ പിടിച്ചാണ് അദ്ദേഹം കുതിരപ്പുറത്ത് കയറിയത്. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഞാൻ അറിഞ്ഞു, ആ യാത്രക്കാരൻ മറ്റാരുമല്ല, എന്റെ യജമാനൻ മിസ്റ്റർ റോച്ചസ്റ്റർ ആയിരുന്നു. മിസ്റ്റർ റോച്ചസ്റ്ററിന്റെ വരവോടെ തൊംഫീൽഡ് ഉണർന്നു. അദ്ദേഹം എന്നെയും അഡേലിനെയും കാണാൻ വിളിച്ചു. അദ്ദേഹത്തിന്റെ പെരുമാറ്റം വിചിത്രമായിരുന്നു. പരുക്കനായ, അധികാരം നിറഞ്ഞ വർത്തമാനം. ഞാൻ അദ്ദേഹത്തെ ഭയപ്പെട്ടില്ല. അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് ഞാൻ കൃത്യമായ മറുപടി നൽകി. എന്റെ ചിത്രങ്ങൾ അദ്ദേഹം പരിശോധിച്ചു. എന്റെ ചിന്തകളും ഭാവനകളും അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം സുന്ദരനല്ലായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന് വല്ലാത്തൊരു ആകർഷണശക്തിയുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി. തന്റെ ഭൂതകാലത്തെക്കുറിച്ചും പാപങ്ങളെക്കുറിച്ചും അദ്ദേഹം സൂചനകൾ നൽകി. താൻ ഒരു വിശുദ്ധനല്ലെന്നും വിധി തന്നോട് ക്രൂരത കാട്ടിയെന്നും അദ്ദേഹം പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തോട് സഹതാപം തോന്നി. അദ്ദേഹത്തിന്റെ ഇരുണ്ട മുഖത്ത് പുഞ്ചിരി വിരിയുന്നത് കാണാൻ ഞാൻ ആഗ്രഹിച്ചു. ഞങ്ങളുടെ സംഭാഷണങ്ങൾ കൂടുതൽ ആഴമുള്ളതായി മാറി. അദ്ദേഹത്തിന്റെ കടുപ്പമുള്ള പുറംമോടിക്ക് ഉള്ളിൽ ഒരു നന്മയുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു. അഡേലിന്റെ അമ്മയായ സെലിൻ വാരൻസുമായുള്ള തന്റെ ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞു. അഡേൽ അദ്ദേഹത്തിന്റെ മകളല്ലായിരിക്കാം, എങ്കിലും അവളെ സംരക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായി. ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് ഞങ്ങൾ നടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, തനിക്ക് മാറണമെന്നുണ്ട്, പുതിയൊരു ജീവിതം തുടങ്ങണമെന്നുണ്ട് എന്ന്. അന്ന് രാത്രി ഉറക്കത്തിൽ ഞാൻ ഒരു വിചിത്രമായ ശബ്ദം കേട്ടു. ആരോ വാതിലിന് പുറത്ത് ചിരിക്കുന്നു. ഞാൻ വാതിൽ തുറന്നപ്പോൾ കണ്ടത് പുക നിറഞ്ഞ ഇടനാഴിയാണ്. മിസ്റ്റർ റോച്ചസ്റ്ററിന്റെ മുറിയിൽ നിന്ന് പുക വരുന്നു. ഞാൻ ഓടിച്ചെന്നു. അദ്ദേഹത്തിന്റെ കിടക്കയ്ക്ക് തീ പിടിച്ചിരുന്നു. ഞാൻ വെള്ളം ഒഴിച്ച് തീയണച്ചു. അദ്ദേഹം ഉണർന്നു. ജെയിൻ, നീ എന്റെ ജീവൻ രക്ഷിച്ചു, അദ്ദേഹം പറഞ്ഞു. ആ നിമിഷം അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ കണ്ട വികാരമത് നന്ദി മാത്രമായിരുന്നില്ല. പിറ്റേന്ന് ആ തീപിടുത്തത്തിന് കാരണം ജേസ് പൂൾ ആണെന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ മിസ്റ്റർ റോച്ചസ്റ്റർ അവളെ പുറത്താക്കിയില്ല. അതെനിക്ക് അത്ഭുതമായി തോന്നി. പിന്നെ ഞാൻ അറിഞ്ഞു, അദ്ദേഹം ബ്ലാംഷിൻഡാം എന്ന സുന്ദരിയായ പ്രഭുകുമാരിയെ കാണാൻ പോയിരിക്കുകയാണെന്ന്. ആ വാർത്ത എന്നെ വേദനിപ്പിച്ചു. ഞാൻ എന്നെത്തന്നെ ശകാരിച്ചു. ഞാൻ വെറുമൊരു ദവേനസ് ആണ്. അദ്ദേഹം എന്നെ സ്നേഹിക്കുമെന്ന് കരുതാൻ ഞാൻ വിഡ്ഢിയാണോ? ഞാൻ എന്റെയും ബ്ലാംഷിൻഡാമിന്റെയും ചിത്രങ്ങൾ വരച്ചു, എന്റെ സ്ഥാനം എവിടെയാണെന്ന് എന്നെത്തന്നെ ഓർമ്മിപ്പിക്കാൻ. മിസ്റ്റർ റോച്ചസ്റ്റർ തിരിച്ചെത്തി. കൂടെ ഒരു വലിയ സംഘം അതിഥികളുമുണ്ടായിരുന്നു. ബ്ലാഞ്ച് ഇന്ദ്രാം അതിമനോഹരിയായിരുന്നു, പക്ഷേ അഹങ്കാരിയും. അവൾ മിസ്റ്റർ റോച്ചസ്റ്ററിനെ ആകർഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം അവളെ വിവാഹം കഴിക്കുമെന്ന് എല്ലാവരും കരുതി. അവർ എന്നെ അവഗണിച്ചു, അല്ലെങ്കിൽ കളിയാക്കി. പക്ഷേ മിസ്റ്റർ റോച്ചസ്റ്ററിന്റെ കണ്ണുകൾ ഇടയ്ക്കിടെ എന്നെ തേടി വരുന്നത് ഞാൻ കണ്ടു. ഒരു ദിവസം ഒരു ജിപ്സി സ്ത്രീ ഭാഗ്യം പറയാൻ വന്നു. ജിപ്സി സ്ത്രീയുടെ അടുത്ത് ഞാനും പോയി. അവൾ എന്റെ മനസ്സ് വായിക്കുന്നതുപോലെ സംസാരിച്ചു. ഒടുവിൽ ആവേശം കെട്ടഴിച്ചപ്പോൾ അത് മിസ്റ്റർ റോച്ചസ്റ്റർ തന്നെയായിരുന്നു. അദ്ദേഹം എന്നെ പരീക്ഷിക്കുകയായിരുന്നു. ബ്ലാൻഷുമായുള്ള വിവാഹത്തെക്കുറിച്ച് ഞാൻ എന്ത് ചിന്തിക്കുന്നു എന്നറിയാൻ. ആ നിമിഷം ഒരു പുതിയ അതിഥി വന്നു. വെസ്റ്റ് ഇൻഡീസിൽ നിന്നുള്ള റിച്ചാർഡ് മേസൺ. മേസൺ എന്ന പേര് കേട്ടപ്പോൾ മിസ്റ്റർ റോച്ചസ്റ്ററിന്റെ മുഖം വിളറി വെളുത്തു. അദ്ദേഹത്തിന് വല്ലാത്തൊരു ആഘാതം ഏറ്റതുപോലെ തോന്നി. രാത്രിയിൽ വീണ്ടും ഒരു നിലവിളി. 3-ാം നിലയിൽ നിന്ന്, സഹായിക്കൂ, റോച്ചസ്റ്റർ എന്ന വിലാപം. എല്ലാവരും ഉണർന്നു.
മിസ്റ്റർ റോച്ചസ്റ്റർ അതൊരു വേലക്കാരിയുടെ ദുസ്വപ്നമാണെന്ന് പറഞ്ഞ് എല്ലാവരെയും സമാധാനിപ്പിച്ചു. പക്ഷേ അദ്ദേഹം എന്നെ വിളിച്ചു. മുകളിലത്തെ മുറിയിൽ മേസൺ ചോരയിൽ കുളിച്ച് കിടക്കുന്നു. അദ്ദേഹത്തിന് കടിയേറ്റിരിക്കുന്നു. ഡോക്ടർ വരുന്നതുവരെ മേസണെ ശുശ്രൂഷിക്കാൻ അദ്ദേഹം എന്നെ ഏൽപ്പിച്ചു. ആ മുറിക്ക് അപ്പുറത്തുനിന്ന് ഒരു വന്യമൃഗത്തിന്റെ ശബ്ദം കേൾക്കാമായിരുന്നു. നേരം വെളുത്തപ്പോൾ മേസണെ രഹസ്യമായി പറഞ്ഞയച്ചു. മിസ്റ്റർ റോച്ചസ്റ്റർ എന്നോട് ചോദിച്ചു, ജെയിൻ, എന്നെ എല്ലാവരും ഉപേക്ഷിച്ചാലും നീ കൂടെയുണ്ടാകുമോ? ഗേറ്റ് സൈഡിൽ നിന്ന് എനിക്കൊരു സന്ദേശം വന്നു. മിസിസ് സീഡ് മരണശയ്യയിലാണ്. അവർ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നു. മിസ്റ്റർ റോച്ചസ്റ്ററിനോട് അനുവാദം ചോദിച്ച് ഞാൻ പോയി. മരിക്കുന്നതിനു മുൻപ് അവർ എനിക്കൊരു കത്ത് തന്നു. എന്റെ അമ്മാവൻ ജോൺ എയർ എനിക്ക് സ്വത്ത് എഴുതിവെക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഞാൻ മരിച്ചുവെന്ന് മിസിസ് സീഡ് അദ്ദേഹത്തോട് കള്ളം പറഞ്ഞുവെന്നും അതിലുണ്ടായിരുന്നു. അവർ എന്നോട് മാപ്പ് ചോദിച്ചില്ല, പക്ഷേ ഞാൻ അവർക്ക് മാപ്പ് നൽകി. അവർ മരിച്ചു. ഒരു മാസത്തിനു ശേഷം ഞാൻ തൊൺഫീൽഡിൽ തിരിച്ചെത്തി. എവിടെയായിരുന്നു ഇത്രയും നാൾ എന്ന് മിസ്റ്റർ റോച്ചസ്റ്റർ ചോദിച്ചു. ഞാൻ തിരിച്ചെത്തിയതിൽ അദ്ദേഹത്തിന് വലിയ സന്തോഷമുള്ളതുപോലെ തോന്നി. ബ്ലാഞ്ച് ഇൻഗ്രാമുമായുള്ള വിവാഹം മുടങ്ങിയോ അതോ നടക്കുമോ? ഒന്നും വ്യക്തമല്ലായിരുന്നു. വേനൽക്കാലം മനോഹരമായിരുന്നു. എനിക്ക് പ്രതീക്ഷകൾ നൽകുന്ന എന്നാൽ ഭയപ്പെടുത്തുന്ന ദിനങ്ങൾ. മിസമ്മർ ഈവ്. പൂന്തോട്ടത്തിൽ വെച്ച് മിസ്റ്റർ റോച്ചസ്റ്റർ എന്നോട് സംസാരിച്ചു. അദ്ദേഹം വിവാഹം കഴിക്കാൻ പോവുകയാണെന്നും ഞാൻ അയർലൻഡിലേക്ക് ജോലിക്ക് പോകേണ്ടിവരുമെന്നും പറഞ്ഞു. എന്റെ ഹൃദയം തകർന്നു. എനിക്ക് വികാരങ്ങളില്ലെന്ന് കരുതിയോ? ഞാൻ ചോദിച്ചു. ഞാൻ യന്ത്രമാണോ? നിങ്ങളെ വിട്ടുപോകുന്നത് എനിക്ക് മരണതുല്യമാണ്. എന്റെ ഉള്ളിലെ പ്രണയം പുറത്തുചാടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, താൻ ബ്ലാഞ്ചെയല്ല, എന്നെയാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം എന്നോട് വിവാഹാഭ്യർത്ഥന നടത്തി. ഞാൻ വിശ്വസിച്ചില്ല, പിന്നെ വിശ്വസിച്ചു. ഞാൻ സമ്മതിച്ചു. ആ രാത്രി കൊടുങ്കാറ്റുണ്ടായി. ഞങ്ങളുടെ തലയ്ക്ക് മുകളിലുണ്ടായിരുന്ന ചെസ്റ്റനറ്റ് മരം മിന്നലേറ്റ് പിളർന്നു. വിവാഹത്തിന് തൊട്ടുമുമ്പുള്ള രാത്രി എനിക്ക് ദുസ്വപ്നങ്ങൾ കണ്ടു. എന്റെ മുറിയിൽ ഒരു വിചിത്രരൂപം വന്നു. ഉയരമുള്ള ഭീകരമായ മുഖമുള്ള ഒരു സ്ത്രീ. അവൾ എന്റെ വിവാഹ വസ്ത്രം കീറിക്കളഞ്ഞു. അത് സ്വപ്നമല്ലായിരുന്നു, യാഥാർത്ഥ്യമായിരുന്നു എന്ന് ഞാൻ ഭയപ്പെട്ടു. മിസ്റ്റർ റോച്ചസ്റ്റർ എന്നെ സമാധാനിപ്പിച്ചു. അത് ഗ്രേസ്പൂൾ ആയിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ എന്റെ ഭയം മാറിയില്ല. വിവാഹദിനം. പള്ളിയിൽ വെച്ച് ചടങ്ങ് തുടങ്ങാറായപ്പോൾ ഒരു വക്കീൽ തടസ്സവാദവുമായി വന്നു. ഈ വിവാഹം നടക്കാൻ പാടില്ല. മിസ്റ്റർ റോച്ചസ്റ്റർക്ക് ജീവിച്ചിരിക്കുന്ന ഒരു ഭാര്യയുണ്ട്. അത് സത്യമായിരുന്നു. 15 വർഷം മുൻപ് അദ്ദേഹം വിവാഹം കഴിച്ച ബെത്ത മേസണ്. അവൾ ഭ്രാന്തിയാണ്. 3-ാം നിലയിലെ രഹസ്യമുറിയിൽ അവളെയാണ് പാർപ്പിച്ചിരിക്കുന്നത്. മിസ്റ്റർ റോച്ചസ്റ്റർ ഞങ്ങളെ അവിടേക്ക് കൊണ്ടുപോയി. മൃഗത്തെപ്പോലെ പെരുമാറുന്ന ആ സ്ത്രീയെ ഞങ്ങൾ കണ്ടു. എന്റെ സ്വപ്നങ്ങൾ തകർന്നു. ഞാൻ ചതിക്കപ്പെട്ടു. ഞാൻ മുറിയിൽ അടച്ചിരുന്നു. മിസ്റ്റർ റോച്ചസ്റ്റർ എന്നോട് യാചിച്ചു. അദ്ദേഹത്തിന് സ്നേഹം വേണം. എന്നെ ഭാര്യയായിട്ടല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവളായിട്ടെങ്കിലും വേണം. പക്ഷേ എനിക്ക് അത് കഴിയില്ല. എന്റെ ആത്മാഭിമാനം അത് അനുവദിക്കില്ല. ദൈവം വിലക്കിയ വഴികളിലൂടെ സഞ്ചരിക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ പോകണം. അദ്ദേഹത്തെ വിട്ടുപോകണം. ആ രാത്രി അമ്മയുടെ ആത്മാവ് എന്നോട് സംസാരിക്കുന്നതുപോലെ തോന്നി. മകളെ, പ്രലോഭനങ്ങളിൽ നിന്ന് ഓടിപ്പോകുക. ഞാൻ എന്റെ സാധനങ്ങൾ പാക്ക് ചെയ്തു. ആരും കാണാതെ പുലർച്ചെ ഞാൻ തൊൺപീട് വിട്ടിറങ്ങി. ഞാൻ അലഞ്ഞുതിരിഞ്ഞു. കൈയിൽ പണമില്ല. വിശപ്പും ദാഹവും കൊണ്ട് ഞാൻ വലഞ്ഞു. പല വാതിലുകളിലും മുട്ടി, പക്ഷേ ആരും സഹായിച്ചില്ല. ഒടുവിൽ മഴയത്ത് ഒരു വീടിന്റെ വാതിൽക്കൽ ഞാൻ തളർന്നു വീണു. സെന്റ് ജോൺ റിവേഴ്സും അദ്ദേഹത്തിന്റെ സഹോദരിമാരായ ഡയാനയും മേരിയും എന്നെ രക്ഷിച്ചു. അവർ എന്നെ അവരുടെ വീട്ടിൽ താമസിപ്പിച്ചു. ഞാൻ ജെയിൻ എലിയറ്റ് എന്ന പേര് സ്വീകരിച്ചു. ഞാൻ ആരോഗ്യം വീണ്ടെടുത്തു. സെന്റ് ജോൺ എനിക്ക് ഗ്രാമത്തിലെ സ്കൂളിൽ അധ്യാപികയായി ജോലി തന്നു. ഞാൻ അവിടെ സമാധാനം കണ്ടെത്തി. പക്ഷേ സെന്റ് ജോൺ ഒരു വിചിത്ര മനുഷ്യനായിരുന്നു. കഠിനാധ്വാനി, വികാരങ്ങളെ അടിച്ചമർത്തുന്നവൻ. അദ്ദേഹം ഒരു മിഷണറിയായി ഇന്ത്യയിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. ഇതിനിടയിൽ എന്റെ അമ്മാവൻ മരിക്കുകയും എനിക്ക് വലിയൊരു സ്വത്ത് ലഭിക്കുകയും ചെയ്തു. സെന്റ് ജോണും സഹോദരിമാരും എന്റെ ബന്ധുക്കളാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ ആ സ്വത്ത് ഞങ്ങൾ 4 പേർക്കുമായി വീതിച്ചു. സെന്റ് ജോൺ എന്നോട് ഒരു ആവശ്യം ഉന്നയിച്ചു.
ഞാൻ അദ്ദേഹത്തോടൊപ്പം ഇന്ത്യയിലേക്ക് വരണം, മിഷണറിയായിട്ടല്ല, അദ്ദേഹത്തിന്റെ ഭാര്യയായി. അദ്ദേഹം എന്നെ സ്നേഹിക്കുന്നില്ല, പക്ഷേ ഞാൻ ഒരു നല്ല സഹായിയായിരിക്കുമെന്ന് അദ്ദേഹം കരുതുന്നു. സ്നേഹമില്ലാത്ത വിവാഹം എനിക്ക് ചിന്തിക്കാൻ വയ്യ. ഞാൻ നിരസിച്ചു. അദ്ദേഹം എന്നെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വല്ലാത്തൊരു ശക്തിയുണ്ടായിരുന്നു. ഞാൻ സമ്മതിക്കാൻ പോവുകയായിരുന്നു. പെട്ടെന്ന് കാട്ടിലൂടെ ഒരു ശബ്ദം ഞാൻ കേട്ടു. ജെയിൻ, ജെയിൻ, ജെയിൻ. അത് മിസ്റ്റർ റോച്ചസ്റ്ററിന്റെ ശബ്ദമായിരുന്നു. ഞാൻ ഉടൻ തന്നെ ഫീൽഡിലേക്ക് തിരിച്ചു. അവിടെയെത്തിയപ്പോൾ ഞാൻ കണ്ടത് കരിഞ്ഞടിഞ്ഞ ചുമരുകൾ മാത്രമാണ്. ബെത്ത മേസൺ വീടിന് തീവെച്ചു. അവൾ മരിച്ചു. മിസ്റ്റർ റോച്ചസ്റ്റർക്ക് പരിക്കേറ്റു. അദ്ദേഹത്തിന് കാഴ്ച നഷ്ടപ്പെട്ടു. ഒരു കൈ നഷ്ടപ്പെട്ടു. ഇപ്പോൾ അദ്ദേഹം പേണ്ടീൻ എന്ന കാട്ടിലെ വസതിയിൽ ഏകാന്തനായി ജീവിക്കുന്നു. ഞാൻ പേണ്ടീനിലെത്തി. അദ്ദേഹം വരാന്തയിൽ നിൽക്കുന്നുണ്ടായിരുന്നു, കാഴ്ചയില്ലാത്ത തളർന്ന സിംഹത്തെപ്പോലെ. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തെത്തി. ആദ്യം അദ്ദേഹത്തിന് വിശ്വസിക്കാനായില്ല. പിന്നെ ആ കൈകൾ എന്നെ മുറുകെ പിടിച്ചു. ഞാൻ അദ്ദേഹത്തിന്റെ കണ്ണും കൈയുമാകുമെന്ന് വാക്കു നൽകി. ഞങ്ങൾ വീണ്ടും ഒന്നിച്ചു. വായനക്കാരെ, ഞാൻ അദ്ദേഹത്തെ വിവാഹം കഴിച്ചു. 10 വർഷങ്ങൾ കഴിഞ്ഞു. അദ്ദേഹത്തിന് ഭാഗികമായി കാഴ്ച തിരികെ ലഭിച്ചു. ഞങ്ങൾക്കിപ്പോൾ ഒരു മകനുണ്ട്. ഞങ്ങളുടെ ജീവിതം പൂർണ്ണമാണ്. സെന്റ് ജോൺ ഇന്ത്യയിൽ ദൈവസേവ ചെയ്യുന്നു. എല്ലാവരും അവരവരുടെ നിയോഗങ്ങൾ കണ്ടെത്തി.